നമ്മുടെ ഡ്രോയിങ് സീരീസിൽ നമ്മളൊരു ഡൂഡിൽ ആർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരു ഡൂഡിൽ ആർട്ട്. ഒരു പേപ്പറിൽ നമ്മളൊരു സ്ക്വയർ ബോക്സ് ഒക്കെ ആക്കുവാണെങ്കിൽ അങ്ങനെ അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ ലൈൻസ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് അല്ല, ഇടയ്ക്കൊരു വളവും ചരിവും ഒക്കെ ഉള്ളൊരു രീതിയിൽ ഇതുപോലെ അറഞ്ചം പുറഞ്ചം കുറേ ലൈൻസ് അങ്ങ് വരച്ച് വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ് ഇത് വരയ്ക്കാൻ. പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് വരയ്ക്കാവുന്ന സാധനമേ ഉള്ളൂ. ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇത് വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ആ ഗ്യാപ്പില്ലേ, 2 ലൈൻസിനിടയിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ കൗഡ് ലൈൻസ് വരച്ചെടുക്കണം. അതായത് അടുത്തടുത്തായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്തത് ബാൾ പോയിൻറ്റ് പെന്നാണ്, സെല്ലോ ഗ്രിപ്പറിൻ്റെ പെന്നാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബാൾ പോയിൻറ്റ് പെന്നായിരിക്കും നല്ലത്. കാരണം നമ്മൾ ജെൽ പേന തന്നെ അതിന് യൂസ് ചെയ്താൽ നമുക്ക് ഇത്ര അടുത്തടുത്ത് നല്ല വൃത്തിക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഒരു ബാൾ പോയിൻറ്റ് പെന്നായിരിക്കും നല്ലത്. അങ്ങനെ ആ കൗഡ് ലൈൻസ് ആ ഒരു ഫുൾ നമ്മൾ വരച്ച ലൈൻസിനിടയിലെല്ലാം വരച്ച് ചേർക്കണം. ഇത് നല്ലൊരു സ്ട്രെസ് റിലീഫാണ്. നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ വരച്ച് പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു പാട്ടൊക്കെ കേട്ട് വരച്ചൊക്കെ പോവാം. ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തുന്നിരിക്കും. നിങ്ങളുടെ പേപ്പറിൻ്റെ സൈസൊക്കെ അനുസരിച്ച് കുറച്ച് ഇത് വരച്ച് തീരാനായിട്ട് ടൈം എടുത്തുന്നിരിക്കും. ഞാൻ ഈ ഒരു കുഞ്ഞു സ്ക്വയർ ബോക്സിലായതുകൊണ്ട് എനിക്ക് അത്ര കൂടുതൽ ടൈമൊന്നും എടുത്തില്ല. ഒരു 10-20 മിനിറ്റിനുള്ളിൽ എല്ലാം ഞാൻ വരച്ച് തീർത്തായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന പേപ്പറിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചും അതുപോലെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നീറ്റായിട്ട് വളരെ അടുത്തടുത്താണ് ലൈൻസ് വരയ്ക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കിയാൽ കുറച്ചും കൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും നമ്മൾ വൃത്തിയും നീറ്റ്നെസ്സൊക്കെ നോക്കി വരയ്ക്കുന്നവരാണെങ്കിൽ, ഞാനിവിടെ അതൊന്നും നോക്കിയില്ല, പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വരയ്ക്കാനാണ് നോക്കിയത് കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഈ കർവ്ഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പം തെറ്റിപ്പോകാം, ചിലപ്പം ഒരു ലൈനിന് മേലെ ഒരു ലൈനൊക്കെ വരാം. അതൊന്നും പെട്ടെന്ന് നമുക്കത് നോക്കുമ്പം അതൊന്നും വലിയ ശ്രദ്ധയിൽപ്പെടുത്തില്ല. അപ്പം നിങ്ങൾക്കിങ്ങനെ വരയ്ക്കുന്ന കൂട്ടത്തിൽ തെറ്റൊക്കെ പറ്റിയാൽ മൈൻഡ് ചെയ്യേണ്ട, അങ്ങ് വരച്ചു പോകണം. ഞാനിത് വരച്ച കൂട്ടത്തിൽ കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത് മൈൻഡൊന്നും ചെയ്യാതെ തന്നെ വരച്ചു പോയി. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോഴും മിസ്റ്റേക്കൊക്കെ പറ്റി, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, വരയ്ക്കുമ്പം ചില മിസ്റ്റേക്കൊക്കെ പറ്റുമ്പോൾ ചെറിയതാണെങ്കിൽ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട. അവിടെ കൂടുതൽ അതായത് എടുത്ത് കാണിക്കുന്ന രീതിയിൽ വരയ്ക്കേണ്ട. നമ്മൾ ജസ്റ്റ് മിസ്റ്റേക്ക് വന്നെങ്കിൽ ഓക്കെ പൊയ്ക്കോട്ടെ, ആ ഒരു രീതിയിൽ അങ്ങ് വരച്ച് പോവുക. ഇതിപ്പോൾ ഏകദേശം ഞാൻ വരച്ച് തീരാറായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോട്ടൊരു വേംസ് ഒക്കെ വരുന്നത് പോലൊക്കെ, ഒരു പുഴുവൊക്കെ വരുന്നത് പോലത്തെ ഒരു ഫീലൊക്കെ തോന്നില്ലേ, എന്തോ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് വരച്ച് തീരുമ്പോൾ നമുക്ക് എന്തോ ഒരു രൂപം കിട്ടും. പിന്നെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ച് കൊടുത്തിട്ട് അവരോട് വരയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കും. വീട്ടിൽ ഞാൻ ചേട്ടൻ്റെ മക്കളിൽ ഇത് പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഏകദേശം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.